മക്കളും എല്ലാം വെക്കാം. ആ ജ്യൂസ് അടിക്കുന്ന മോനാണ്. ഭാര്യയുണ്ട്, ഭാര്യ കുറച്ച് കൊണ്ടുവരും. അവള് പാപ്പലശ്ശേരി കാട്ടപ്പള്ളിയിൽ ഓള് അവർക്ക് രണ്ടാം കൂടെ മരുവൾക്ക് കൂടെ ഒരു സ്ഥലം എടുത്തു കൊടുത്തു. ഞാനും പിന്നെ മോനും കൂടെ ഒരു സ്ഥലം എടുത്തു. 2 സ്ഥലത്തേക്ക്. അപ്പം ഞാനും മോനും മഹാവിൻ്റെ മുമ്പിലുണ്ട് ഇപ്പോൾ ഒരു സ്ഥലം. അങ്ങനെ നമ്മൾ സെയിൽസ് ആക്കുന്നത്. കരിപ്പ് പാടുണ്ടല്ലോ തന്നെ വീട്. ഞാൻ ക്ലാസ് എടുക്കാനുള്ള പോക്കുണ്ട്. അതിപ്പോ ആകണ്ട മാങ്ങാട്ടിടം പഞ്ചായത്തിലല്ല, അവിടെ ക്ലാസ് എടുക്കാൻ പോയാ മാങ്ങാട്ടിടം പഞ്ചായത്തിൽ. അത് കൃഷി ഓഫീസിന് മറ്റേ പഞ്ചായത്തും കൂടെ അതല്ല ഇത്ര നീളം ഉണ്ടായിട്ടുണ്ടാവും. 5 മീറ്റർ 6 മീറ്റർ അങ്ങനെ ഉണ്ടാവും അല്ലേ? നാടൻ കരിമ്പ് മാത്രം കഴിക്കുന്നല്ല, അതിന് പറ്റില്ല. അത് പറ്റില്ല. നാടൻ കരിമ്പല്ലേ? അത് ആരെങ്കിലും അന്വേഷിച്ച് വരലുണ്ടോ? ഇപ്പൊ കഴിഞ്ഞ വർഷം ചെറുകുന്നു വന്നില്ല, ആരുടെ കിട്ടായിട്ട് എന്റെ അടുത്ത് വന്ന് അവർക്ക് ഒരു 5 കരിമ്പ് കൊടുത്തു. നമ്മൾ പൈസ ഒന്നും പറഞ്ഞാൽ അവരാ 200 രൂപ അടിച്ച് ആടിയിട്ട് നമ്മൾ സൂക്കാടുന്നല്ലേ. അപ്പൊ അടുത്തുള്ള വീട്ടുകാർക്കെല്ലാം ഫ്രീ ആയിട്ട് കൊടുക്കും. വിളവെടുക്കുമ്പോൾ എല്ലാ വീട്ടുകാർക്കും 20 കരിമ്പ് കൊടുക്കും. അത് ഫ്രീ ആയിട്ട് കൊടുക്കും. അടുത്തുള്ള വീട്ടുകാർക്കെല്ലാം കൊടുക്കും. കുട്ടികൾ വന്ന് ഒരുപാട് കരിമ്പിക്കാൻ ഒരു വാരി കെട്ടി കൊടുക്കും. അത് അവരൊന്നും പൈസ അത് ചെറുതല്ലുണ്ടാവുമല്ലോ, അതെല്ലാം അവർക്ക് മൊത്തത്തിൽ സഹായം. നമുക്ക് ഇതല്ലേ പുണ്യം കിട്ടും. അപ്പോൾ കുറെ ആൾക്കാരുണ്ടോ? തൊഴിലാളികളുണ്ട്, പെണ്ണുങ്ങളായിട്ട്. ഇത്രയും പേരെ കരിമ്പ് 60 കെട്ട് വന്നിട്ട് വിളവെടുക്കാൻ 4 ആണുങ്ങളും 2 പെണ്ണുങ്ങളും ഞാനും. ഈ മയിൽ ബസാറിൽ കൊടുക്കുന്നുണ്ടോ? ഇല്ല, അവിടെ നിന്ന് കൊടുക്കുന്നില്ല അല്ലേ? ഇവിടെ തന്നെ എത്തുണ്ടാവില്ല അല്ലേ കൊടുക്കാൻ വേണ്ടിയിട്ട്? ഇവിടത്തേക്ക് എത്തും. അതെ, ശരി. അതിന് നാളേക്ക് വെച്ച് തീർന്നിട്ടുണ്ടെങ്കിൽ നാളെ ഒരു ദിവസമല്ലേ? അപ്പൊ നാളേക്ക് കുറച്ചും കൂടെ കൊത്തിക്കൊണ്ട് അതിന് കൊത്തണ്ട് നല്ല ഹൈറ്റ് ഉണ്ടാവില്ല, കുറച്ച് ചെറുത്. ഫസ്റ്റ് ഇവിടെ നല്ല ഈ നാടൻ കരിമ്പ് മാത്രമേ കൊടുക്കൂ. കാട്ടപ്പള്ളി ഓഫീസിൽ എല്ലാ കരിമ്പും തീരും, എല്ലാ ഐറ്റംസും കരിമ്പുണ്ട്. ഇപ്പൊ ഗണപതി അമ്മ കഴിക്കുന്ന കരിമ്പുണ്ട്, മഞ്ഞയുണ്ട്, പച്ചയുണ്ട്, വെള്ളയുണ്ട്, ചോപ്പുണ്ട്, ഇങ്ങനെയുള്ള എല്ലാ ഐറ്റംസും ഉണ്ട്. ആരെങ്കിലും ആവശ്യക്കാർ പറഞ്ഞാൽ എല്ലാ ഐറ്റംസും കരിമ്പും കൊടുക്കും. എന്ന് വേണമെന്ന് പറഞ്ഞാൽ അതിന്റെ വിത്തും കൊടുക്കും. വിത്തിന് അവരോട് പൈസ വാങ്ങില്ല. ഈ പൂജ സ്റ്റോർ ആൾക്കാരെല്ലാം അന്വേഷിച്ച് വരാറുണ്ടോ? പൂജ സ്റ്റോറിനെല്ലാം അന്വേഷിച്ച് വരാറുണ്ടോ? അവരോട് പൈസ വാങ്ങില്ല. ആരെങ്കിലും വീട്ടിലേക്ക് എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ അവരോട് ഒരുപാട് പൈസ വാങ്ങില്ല. അല്ല, അവരോട് പൈസ കൊടുക്കണം. കാരണം വെച്ചാൽ അവർ വിൽക്കുന്നതാണ്, അവർ പൈസ കൊടുക്കുന്നതല്ലേ. അവരുടെ കൃത്യമായിട്ട് നിങ്ങൾ പൈസ വാങ്ങിക്കണം. മറ്റേ നാട്ടിലെ ആൾക്കാർക്കാണെങ്കിൽ കുഴപ്പമില്ല. നാട്ടുകാരിപ്പോ കൊത്തുന്നവർക്ക് കുട്ടികൾ കംപ്ലീറ്റ് കൊടുക്കും. പെണ്ണുങ്ങളും വന്ന കൊടുക്കും. ആരും ഞാൻ മടക്കൂല. എന്തെന്നായാലും കപ്പയായാലും പച്ചക്കറി ആയാലും എല്ലാവരും കൊടുക്കും. കരിമ്പിന് പ്രധാനമല്ലോ, ഒരു വർഷത്തിൽ ഒരിക്കലും കിട്ടും. ഇത് മറ്റുള്ള കരിമ്പ് കയറ്റി വെച്ചാൽ ഇതിന്റെ കരിമ്പ് കാസർഗോഡ് പോയിട്ട് എടുക്കണം, കർണാടക. അവരാട്ടന്മാരെ 3 ആളുണ്ടായിരുന്നു. പിന്നെ വേറെ 2 കുട്ടികളെ ഇപ്പോൾ ആദ്യം കൊണ്ടുവന്നു. എല്ലാവരും സഹായത്തിന് പ്രധാനത്തിലുള്ളവർ ചേച്ചി നല്ല സഹായമാണ്. ഇതെല്ലാം ഞാൻ ഫ്രീ ആയിട്ട് കരിമ്പ് കൊടുക്കുന്നുണ്ട്. എല്ലാവരും നല്ല സഹായമാണ്. എല്ലാം കഴിക്കാനും കുടിക്കാനും എല്ലാം വരും. അങ്ങനെ നമുക്ക് കച്ചവടമൊന്നുമില്ല, എല്ലാവർക്കും കൊടുക്കണം. തിന്നണം, ടേസ്റ്റ് അറിയണം. ഇവിടെ വന്നാൽ കാരണം ടേസ്റ്റ് വന്നാൽ സബ്സിഡി എല്ലാം കിട്ടാറുണ്ടോ? സബ്സിഡി അങ്ങനെ ഇത് ലോണൊന്നും ആക്കിയിട്ടില്ല. സബ്സിഡി ഉണ്ട്. ഇത് മെഷീൻ വാങ്ങാൻ വേണ്ടി കൈതരായി അത് 4% പലിശ. മെഷീൻ ഇപ്പോൾ കൊറോണ ടൈമിൽ വാങ്ങിയ മെഷീൻ ആശുപത്രി സാധനങ്ങൾ നമ്മളെ ആരോഗ്യപരമായ ചില സാധനങ്ങൾ സപ്ലൈ വേണ്ടി കേട്ടോ. രവീന്ദ്ര ബേക്കറിന് നേരെ മേലോ ഇതാ നല്ല വെള്ളം വെച്ചിട്ട് നമ്മൾ യൂസ് തന്നെ കൊടുക്കും. നല്ല ക്ലിയർ ആക്കി തന്നെ കൊടുക്കാം. നേരത്തെ അലമ്പായെങ്കിലും